പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ ഡിസംബർ മാസം 14 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന്, കഴിഞ്ഞ ആഴ്ചകളിലെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ അത്ഭുതമായി അതിശയമായി അവൻ ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ ദയ ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ ദയ മാറിപ്പോകാത്തതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക, 5-ാം സങ്കീർത്തനം 3-ാം ഭാഗം, യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ കർത്താവിനായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. 7-ാമത്തെ വാക്യം, ഞാനോ കർത്താവിൻ്റെ കൃപയുടെ ബഹുത്വത്തിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ കർത്താവിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം സഹോദരം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആമേൻ അവരുടെ ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു പകൽക്കാലമാണ്. ആമേൻ. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ ബലപ്പെടുത്തി കൈ പിടിച്ച് നടത്തും. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവർ ആശ്വാസം പ്രാപിക്കട്ടെ, ദൈവശബ്ദം കേൾക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ സ്പെഷ്യൽ കൃപ അവരുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവർ എല്ലാവരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സ്വെല്ലിങ്ങുകൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സ്വെല്ലിങ്ങുകളും, ശരീരത്തുണ്ടായിരിക്കുന്ന എല്ലാ സ്വെല്ലിങ്ങുകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് കഴുത്തിലുണ്ടായിരിക്കുന്ന സ്വെല്ലിങ്ങുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സൗഖ്യം കൊടുത്തതിന് സ്തോത്രം. കാലിൻ്റെ വേദനകൾ മാറിപ്പോകട്ടെ. ആമേൻ. കിഡ്നി സ്റ്റോൺ മുഖാന്തരം ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൈൽസിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ, ഹെവി ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അതുപോലെ കർത്താവേ, അങ്ങയുടെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തിന് വേണ്ടി ലോകവ്യാപകമായി വലിയൊരു ഒരുക്കമുണ്ടാകട്ടെ. വലിയൊരു ഉണർവിൻ്റെ ആമേൻ മീറ്റിങ്ങുകളായി നാളത്തെ സഭായോഗം മാറട്ടെ. അഭിഷക്തന്മാരെ കർത്താവ് പ്രത്യേകമായി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. അങ്ങയുടെ ആത്മപകർച്ച അഭിഷക്തന്മാരിലൂടെ നാളെ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൻ്റെ വലിയ ഇടപെടലുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. പ്രത്യേകിച്ച് കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബിസിനസ്സിൽ ക്ഷീണം അനുഭവിക്കുന്നവർ, തകർച്ച അനുഭവിക്കുന്നവർ, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബിസിനസ്സിൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവകരം അവർക്ക് വേണ്ടി ചലിക്കുന്നതിന് സ്തോത്രം. ആമേൻ. കർത്താവ് മാനിക്കണം. തല ഉയർത്തിപ്പിടിക്കുന്ന ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം നാളെ ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ഒരു ഉണർവായി തീരുവാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അതിനെ ഒരു ഉണർവാക്കി മാറ്റും. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്, ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്,
ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവം നമ്മളെ വെറുതെ ഭൂമിയിലാക്കി വെച്ചിരിക്കുകയല്ല. നമ്മൾ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വീട് വെച്ച് കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിച്ച് അതുമാത്രമല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാഗമാണെങ്കിലും ഏറ്റവും പരമപ്രധാനമായ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷത്തെ ഈ ഭൂമിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. കുരുട്ടക്കണ്ണുകളെ തുറക്കുക, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്നവരെ വിടുവിച്ച് അവർക്ക് ദൈവിക സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞിരിക്കുക. ആ കുരുടായ കണ്ണ് തുറക്കുന്ന ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ ആ അധീനതയിൽ കിടക്കുന്നതിനെ വിടുവിച്ച് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ അവരെന്നെ കർത്താവിനെ അറിയാതെ അവരെന്തുകൊണ്ട് ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്നത്? അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ കുരുട്ട കണ്ണ് തുറക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ദിവസങ്ങൾ ഇടിവിൽ നിന്ന് അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ആ ദുഷ്ട പൈശാചിക ശക്തിയെ ബന്ധിച്ച് അവരെ അതിനകത്തുനിന്ന് വിടുവിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരാൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വിടുവിക്കാൻ ചെല്ലുന്നത് എങ്ങനെ? അവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചാലേ പറ്റൂ. ഇതുപോലെ തന്നെ ഈ സുവിശേഷം ഇവരുടെ ഹൃദയത്തിനകത്ത് കയറാതിരിപ്പാൻ പിശാച് ഇവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചു. അപ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഒരു 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളൊരു 3 പേരെ കണ്ട് അവരുടെ വിടുതലിന് വേണ്ടി, അവർ പാപസ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ, അവർ സുവിശേഷത്തെ മനസ്സിലാക്കുവാൻ, ആ ക്രൂശ് മരണത്തിൻ്റെ അതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, സത്യസുവിശേഷത്തെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നു മുതൽ ഒരു 3 വ്യക്തികളെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ശക്തിയെ, അല്ലെങ്കിൽ അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന പൈശാചിക ശക്തിയെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ഈ വർഷം തീരുന്നതിന് മുമ്പ് അനേകരുടെ മാനസാന്തരങ്ങൾ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മിഷൻ ഈ എൻഡ് ഓഫ് ദ ഇയറിൽ എല്ലാവരും ഏറ്റെടുത്താട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഏറ്റെടുത്താട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള 3 പേർ, പാപത്തിൽ ജീവിക്കുന്ന, കർത്താവിനെ അറിയാത്ത, യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്ത 3 പേർക്ക് വേണ്ടി നിങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ഒരു മിഷനാണ്. ഈ ഡിസംബർ 31 മുമ്പ് അവർ കർത്താവിനെ അറിയുവാൻ, സത്യസുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ, അവർ യേശുവിനെ കർത്താവായി ഏറ്റുപറയുവാൻ ഇടവരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന വൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറത്താക്കുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷത്തെ ഗ്രഹിക്കുവാൻ കഴിയാതെ അവരുടെ ഹൃദയ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്ന വൈശാചിക ശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഇന്ന് അനേകായിരങ്ങൾ ഈ ലോകത്തിൽ തേജസ്സിൻ്റെ സുവിശേഷം തിരിച്ചറിയട്ടെ, സ്വതന്ത്രരാകട്ടെ. ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുന്നു ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.